Unit 1, Module 1, Logic. ലോജിക് എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഡിഗ്രി പ്ലസ് ടു ലെവലൊക്കെ ചെറിയ തോതിൽ കണ്ടിട്ടുണ്ടാവും. അതൊന്നും വിശദമായിട്ട് നമുക്ക് പഠിക്കണം. The language of logic. Logic is the study of the principles and techniques of reasons. നമ്മൾ റീസണിങ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിന്റെ താഴെ വരുന്ന കാര്യങ്ങളാണ്. The famous philosopher Aristotle is known as the father of logic. അരിസ്റ്റോട്ടിൽ ആണ് ലോജിക്കിന്റെ ഫാദർ. ഇതൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കില്ല, പക്ഷെ ഒരു BSc മാത്സ് സ്റ്റുഡന്റിൽ നിന്ന് നാട്ടുകാർ ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. The rules of logic give precise meaning to mathematical statements. These rules are used to distinguish between valid and invalid mathematical arguments. ഇതിലെ ഇപ്പൊ ഈ രണ്ട് സെന്റൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങളത് എന്താണെന്ന് കണ്ടിട്ടില്ല. ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. മാത്തമാറ്റിക്കൽ ആർഗ്യുമെന്റ്സ്, വാലിഡ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു വാചകം എടുത്തെടുത്ത് വായിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. നമുക്കത് പതിയെ പതിയെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ. എന്താണ് പ്രൊപ്പോസിഷൻ എന്ന് നോക്കാം. എ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ or false but not both is a proposition or a statement. That is either true or false but not both. ഒന്നുകിൽ ശരിയാവും, അല്ലെങ്കിൽ തെറ്റാവും, അല്ലെങ്കിൽ അല്ലാതെ രണ്ടും ഒരുമിച്ച് സംഭവിക്കില്ല. അതിനെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയാം. Proposition is called a proposition or a statement. Proposition എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കട്ടെ. വാട്ട് ഇസ് പ്രൊപ്പോസിഷൻ? പ്രൊപ്പോസിഷൻ പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് വിച്ച് ഇസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. ഒന്നല്ല ശരി അല്ലെങ്കിൽ തെറ്റ്, പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിക്കില്ല. ശരിയാവില്ല, തെറ്റാവില്ല. ആ ഒരു അവസ്ഥ തന്നെയാണ്, അങ്ങനത്തെ ഇതിനെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയാം. We will denote this by lower case letters P, Q, R or T. These variables are known as Boolean variables. These variables are known as Boolean variables or logic variables. Example, the following sentences are propositions. നമുക്ക് നോക്കാം. First one, ഇത് കണ്ടോ, P. ഇത് റീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. P is a proposition or P is a statement. എന്താണ്? 2 plus 3 is equal to 7. നമുക്കറിയാം 2 plus 3 5 ആണെന്ന്. അപ്പൊ ഈ ഇതിന് തെറ്റാം. 2 plus 3 7 ആണെന്ന് എഴുതിയിട്ടില്ല, അത് തെറ്റാണ്. അപ്പൊ അത് ഫോൾസ് ആണ്. കണ്ടോ, this is false. This is false. അപ്പൊ എന്ത് കിട്ടി? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. അതുകൊണ്ട് ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. അടുത്തത്, കർണാടക ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇപ്പോ കർണാടക ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇനിയിപ്പോ നമുക്കറിയില്ല കർണാടക ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ നമുക്ക് അറിയില്ല വിചാരിക്കുക. പക്ഷെ നമുക്കറിയാം കർണാടക എന്ന സ്ഥലം ഇന്ത്യയിലുണ്ട്. അപ്പൊ നിലയിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്? കർണാടക ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു ഇതാണ്. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ട് അത് ശരിയായിട്ട് നമുക്ക് കണക്കൂട്ടാം, അല്ലെങ്കിൽ തെറ്റായിട്ട് കണക്കൂട്ടാം. അപ്പൊ ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഇപ്പൊ അമേരിക്ക ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാത്തൊരു കുട്ടിക്ക് ഒന്നല്ലെങ്കിൽ അതിനെ ട്രൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാം. ശരിയാണ്, അത് ഫോൾസ് ആണ്. അപ്പൊ ഒരു പ്രൊപ്പോസിഷൻ ആണ്. The next one, 2 plus 7 is greater than 5. ശരിയാണ്, 2 plus 7 9, 9 greater than 5 ആണ്. അത് ശരിയായിട്ട് ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായതുകൊണ്ട് പ്രൊപ്പോസിഷൻ ആണ്. ശരിയായതുകൊണ്ടെന്ന് മാത്രമല്ല, തെറ്റാണെങ്കിലും പ്രൊപ്പോസിഷൻ ആവും. 8 plus 9 is equal to 17. കറക്റ്റ് ആണ്.
8 + 9 17 ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ ആണ്. അതുകൊണ്ട് ഇതൊരു പ്രപ്പോസിഷൻ ആണ്. ട്രൂ ആയതുകൊണ്ട് പ്രപ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിലും പ്രപ്പോസിഷൻ ആവും. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് പ്രപ്പോസിഷൻസ്. ഓപ്പൺ ദ ഡോർ. നീ കതക് തുറക്കൂ. അതിൽ ശരിയോ തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തല്ല, പ്രപ്പോസിഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല. ഹു ഇസ് ദാറ്റ്? അത് ആരാണ്? നമുക്കറിയില്ല അത് ആരാണെന്ന്. അപ്പൊ യെസ് ഓർ നോ നമുക്ക് പറയാൻ പറ്റില്ല. ട്രൂ ഓർ ഫോൾസ് പറയാൻ പറ്റില്ല, തെറ്റാണ്. Then x + 2 = 7. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കണം. ഇത് എപ്പോഴും തെറ്റാവും. എക്സിന്റെ വാല്യൂ 5 വന്നു കഴിഞ്ഞാൽ അത് ശരിയാ. എക്സിന്റെ ഒരു 5 വന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. എക്സിന്റെ വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്, 4 കൊടുത്താൽ തെറ്റാണ്. അപ്പോൾ എക്സിന് ചില വാല്യൂസ് കൊടുക്കുമ്പോൾ ശരികളും ചില വാല്യൂസ് കൊടുക്കുമ്പോൾ തെറ്റുകളും സംഭവിക്കുന്നു. അതുകൊണ്ട് ഇത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു പ്രപ്പോസിഷൻ അല്ല, നോട്ട് എ പ്രപ്പോസിഷൻ ഓർ നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, x + y = z. എക്സിനും വൈയും കൂടി കിട്ടിയ സെഡ് കിട്ടുമെന്ന് പറയുന്നു. ഒരു നിർബന്ധമില്ല. ഇപ്പോൾ എക്സിന് 1ഉം വൈക്ക് 1ഉം കൊടുത്തു, സെഡിന് 2 കൊടുത്തു കഴിഞ്ഞാൽ x + y = z കറക്റ്റ് ആണ്. തിരിച്ച് എക്സിന് 0, വൈക്ക് 1, സെഡിന് 2. അപ്പൊ 0 + 1 1 = 2, അത് തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ ശരിയും തെറ്റും ഇവിടെ പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. അതുകൊണ്ട് ഇതൊരു പ്രപ്പോസിഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല. Then next, truth value. The truthfulness or falsity of a proposition is called truth value, denoted by true ആണെങ്കിൽ T, false ആണെങ്കിൽ false. അതായത് പറഞ്ഞല്ലോ, പ്രപ്പോസിഷൻ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാചകം തന്നിട്ടുള്ള ഒരു കാര്യം പ്രപ്പോസിഷൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ശരിയായിരിക്കണം അല്ലെങ്കിൽ തെറ്റായിരിക്കണം. ശരിയാണെങ്കിൽ നമ്മൾ അതിന് ട്രൂ എന്ന് വിളിക്കും, ഫോൾസ് ആണ് അതിനെ എഫ് എന്നും വിളിക്കും. ട്രൂവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ടി, ഫോൾസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ്. ഫ്രം ദ പ്രീവിയസ് എക്സാമ്പിൾസ് ഓഫ് പ്രപ്പോസിഷൻ, example 1 has the truth value f and all other have truth value true. അതായത് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ട്രൂത്ത് വാല്യൂ ഫോളോയിങ് ആർ ദ സെന്റൻസസ് ആർ പ്രപ്പോസിഷൻ. നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതാണ്. ഇതിലെ ഒന്നാമത്തെ ഒഴികെ ബാക്കി എല്ലാതിന്റെയും ട്രൂത്ത് വാല്യൂസ്. ഇപ്പൊ ഇതിന്റെ ട്രൂത്ത് വാല്യൂ ഒന്നാമത്തിന് മാത്രം ഫോൾസ്, പിന്നെ ഒക്കെ ട്രൂ ആണ്. ശരിയാണെങ്കിൽ ട്രൂ എന്നും തെറ്റാണെങ്കിൽ ഫോൾസ് എന്നും എഴുതും. That is the truth value. Then paradox. Consider the sentence, this sentence is false. It is certainly a declarative sentence but not a proposition. Since here, if we assume that the sentence is true, it is false, and if we assume that it is false, it is true. This sentence is false. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത് മനസ്സിലായോ? ദാറ്റ് ഈസ് it is a meaningless and self-contracted sentence, so it is not a proposition but a paradox. അതായത് സെൽഫ് കോൺട്രാക്ടറി വരുന്ന വാചകങ്ങളെയാണ് നമുക്ക് പാരഡോക്സ് എന്ന് പറയാം. ഈ പാരഡോക്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.